എടി എടി സോനെ, കൂട്ടാതമ്മേ, ചായ ആവണ്ടേ? ഇപ്പൊ തരാം. എനിക്ക് നിന്റെ ചായയും കാപ്പിയൊന്നും വേണ്ട. എടി എന്റെ ഫോൺ എവിടെ? ഫോണോ? അമ്മയുടെ ഫോൺ അമ്മയുടെ കയ്യിലായിരുന്നില്ലേ? ഹ, എന്നോട് ചോദിച്ചിട്ട് എന്തിനാ? അവിടെ എവിടെങ്കിലും കാണും. അവിടെ കാണാത്തോണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നേ. ദേ, ഞാൻ എന്റെ മുറി ചാർജ് ചെയ്യാൻ വെച്ച ഫോണാ. ഇപ്പൊ അവിടെ കാണാനില്ല. അതെ, സമാധാനത്തോടെ നോക്കിയേ കാണൂ അമ്മേ. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ വെളുപ്പം കാലത്തെ ഫോൺ? ഓ, സഹപ്രവർത്തകർക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാനാണോ? ഇനി അതല്ലേ പറ്റൂ. പിച്ച തണ്ടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കല്ലേ? എടി ദേ, മറ്റവളെ പോലെ നീയും എന്നെ പരിഹസിക്കല്ലേ. ഞാൻ നിന്റെ പെറ്റമ്മയാ. ശരി, രാവിലെ തന്നെ ഓരോ കാര്യവും പറഞ്ഞു എന്ന് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ അമ്മ മുറി പോയിരുന്ന് ചായ കുടിക്കേ. ഞാൻ ദാ ഇപ്പൊ ചായ തരാം. ചായയൊക്കെ ഞാൻ കുടിക്കാം. ആദ്യം നീ ഒരു ഫോണ് താ. എനിക്കത് കിട്ടിയേ പറ്റൂ. എന്റെ അമ്മ ഞാനത് എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? ആ, വേറെ ആരെടുക്കാനടി? അല്ല, നീ മാത്രല്ലേ എന്റെ മുറി വന്നിട്ടുള്ളൂ. അമ്മ ഉറങ്ങുമ്പോ മുറി ലോക്ക് ചെയ്തിരുന്നോ? ഇല്ല. ആ ലോക്കിന് എന്തോ കുഴപ്പമുണ്ട്. അത് ശരിക്കും അങ്ങോട്ട് അണയുന്നില്ല. ഹാ, എങ്കിൽ പിന്നെ അമ്മയുടെ ആൺമക്കൾ ആരെങ്കിലും ഫോൺ എടുത്തതായിരിക്കും. അമ്മയ്ക്കിനി ഫോണിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് അവര് തീരുമാനിച്ചു കാണും. ആഹാ, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരാണോടി? അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് അമ്മയുടെ തലേ കയറിയില്ല. എന്തോന്ന്? ഇനി അമ്മയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മക്കളാ. എന്താ സോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയ്ക്ക് അമ്മയുടെ ഫോൺ വേണോന്ന്. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അമ്മയ്ക്ക് ആരെങ്കിലും വിളിക്കാനാണെങ്കിൽ എന്റെ ഫോൺ തരാം. ഓ, പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഉള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. ആ ഫോണിൽ നിന്ന് അമ്മയ്ക്ക് ഹർഷയെ വിളിക്കാനല്ലേ. അവൾ ഇനി അമ്മയുടെ ഫോൺ എടുക്കില്ല. അടുത്ത പദ്ധതി പ്ലാൻ ചെയ്യാനേ ഹർഷ രാവിലെ അമ്മയെ വിളിച്ചിരുന്നു. അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓ, അപ്പോ പെറ്റമ്മയെ തളച്ചിടാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ എന്റെ മക്കള്? അതെ, ഞങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ. അമ്മ പുറത്തു പോയി വീണ്ടും ഞങ്ങൾക്ക് മാനക്കെട്ടുണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്താലോ? എടാ മോനെ, എന്നെ സഹായിക്കുന്നവരെ അകറ്റി നിർത്താനേ നിനക്ക് പറ്റൂ. അല്ലാതെ സുശീലയുടെ കാല് കെട്ടാവുന്ന ഇവിടെ ആരും വിചാരിക്കണ്ട. ദേ, ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങുക ഞാൻ. തടയുന്നെങ്കിൽ തടയടാ. അല്ലേ വന്നേക്കുന്നു. അമ്മ ചായ ചായ കൂട്ടത്തിന്റെ മറ്റൊക്കെ കൊടുക്കടി. അമ്മയൊന്ന് നിന്നേ. ഇനി ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അമ്മ മതിലുചാട്ടം പഠിക്കേണ്ടി വരും. അമ്മയുടെ റൂമിന്റെ ലോക്ക് എടുക്കുന്ന കൂട്ടത്തിലെ ഗേറ്റ് ഞങ്ങൾ ലോക്ക് ഇട്ട് പൂട്ടുകയും ചെയ്തു.